എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം തൊട്ട് പാരായണം ചെയ്യാം. അതിൻ്റെ അർത്ഥവും പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ശ്ലോകം 46. ഇദാനീ ശൃണു മദ്ഗാതാം സജിന്ദസ്ത്വം തവോദനാം വാർത്താമേ വിദദാപ്യസ്ഥേ താം ശ്രുത്വാ സുഖമാവഹ. ഹേ താപസോത്തമ, വിചാരശീലനായ നിന്തിരുവടി, എൻ്റെ വൃത്താന്തം കേൾക്കണം. എൻ്റെ ചരിത്രം കുറേയധികം പറവാനുണ്ട്. അതെല്ലാം കേട്ട ശേഷം അങ്ങെനിക്ക് സുഖമുണ്ടാക്കിത്തരണം. 47 തൊട്ട് 53 വരെ ഉള്ള ശ്ലോകം പാരായണം ചെയ്യാം. ശ്ലോകം 47. ഉൽപ്പന്നാദ്രവിടേ ചോഹം വൃത്തിം കർണാടകേ ഗതാ കോജിൽ കോജിൻ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ തത്ര ഘോരകലേ രോഗാൽ പാഖണ്ഡേ ഖണ്ഡിതാംഗക ദുർബലാഹം ചിരം യാത പുത്രാഭ്യാസകമന്ദതാം വൃന്ദാവനം പുനം പ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതീ സമ്യക് ശ്രേഷ്ഠരൂപാതു സാമ്പ്രതം ഇമൗ ദോഷൈതാവത്ര സുതൗ മേ ക്ലിശ്യതശ്രമാത് ഇദം സ്വാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരടത്വം സമയാദോ തേന ദുഃഖേന ദുഃഖിത സ്വാഹം ദു തരുണീകസ്മാ സുതോ വൃദ്ധാ വിമൗകുത യത്രയാണ സഹചാരേ ത്വാ വൈപരീത്യം കുതസ്ഥിതം ഘടതേ ജരഢമാത തരുണോത്തനയാവിധി അദശോജാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധേ ധീമൻ കാരണം ഛാത്ര കിം ഭവേ. അദശോജാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധേ ധീമൻ കാരണം ഛാത്ര കിം ഭവേത്. ഞാൻ ദ്രവിഡ രാജ്യത്തിൽ ജനിച്ചു, കർണാടക രാജ്യത്തിൽ വളർന്നു, മഹാരാഷ്ട്രത്തിൽ ചിലയിടങ്ങളിലും പുഷ്ടി എനിക്ക് ഉണ്ടായി. ഗുർജര രാജ്യത്തിൽ ജീർണയായി. അവിടെ ഭയങ്കരനായ കലി ബാധിച്ചതിനാൽ വേദത്തിൽ വിശ്വാസമില്ലാത്തവരായ പാഖണ്ഡന്മാർ എൻ്റെ അവയവങ്ങളെ മുറിപ്പെടുത്തി. ദുർബലമായ ഞാനും എൻ്റെ 2 പുത്രന്മാരും അധികകാലം അശക്തന്മാരായിരുന്നു. പിന്നെ വൃന്ദാവനത്തിൽ ഞാൻ പ്രവേശിച്ചു. അപ്പോൾ പുതിയ ദേഹം ലഭിച്ചതുപോലെ അവയവങ്ങൾക്ക് സൗന്ദര്യമുണ്ടായി. ഞാൻ നല്ലൊരു യുവതിയായി തീർന്നു. ഇപ്പോൾ എൻ്റെ സ്വരൂപം ഏറ്റവും കമനീയമായിരിക്കുന്നു. എന്നാൽ എൻ്റെ ഈ 2 പുത്രന്മാർ ക്ലേശനിമിത്തം ഇവിടെ വീണു കിടക്കുന്നു. ഈ സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ വിചാരം. അപ്പോഴേക്ക് എൻ്റെ പുത്രന്മാർ അശക്തന്മാരായിട്ടും തീർന്നു. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു. ഞാനാകട്ടെ യൗവനയുക്ത, എൻ്റെ പുത്രന്മാരോ വൃദ്ധന്മാർ. ഇങ്ങനെ വരുവാൻ എന്തു കാരണം? വാസ്തവത്തിൽ ഞങ്ങൾ 3 പേരും ഭിന്ന ശരീരന്മാരല്ല, ഒരേ സ്വരൂപം തന്നെ. 3 വേഷത്തിലിരിക്കുന്നുവെന്നേയുള്ളൂ. അമ്മ വൃദ്ധയും മക്കൾ യുവാക്കന്മാരുമാണെന്നുവെന്നാൽ യുക്തിഭംഗമില്ല. നേരെ മറിച്ച് കാണപ്പെടുന്നതിന് കാരണമെന്തെന്നുള്ള ആശ്ചര്യം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നതിനാൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ക്ലേശിക്കുന്നു. യോഗനിധിയും അതിബുദ്ധിമാനുമായ നിന്തിരുവടി ഇതിനുള്ള കാരണം പറയണം. ശ്ലോകം 54. നാരദോവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരീശം ദേ കരിഷ്യതി. ജ്ഞാനനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരീശം ദേ ഹരിഷ്യതി. അനഘേ, പാപരഹിതേ,
വിഷാദഃ ദുഃഖം ത്വയാ നിന്നാൽ ന കാര്യ ചെയ്യത്തക്കതല്ല. ഹരി ദുഃഖങ്ങളെ തീർക്കുന്ന മഹാവിഷ്ണു തേ നിനക്ക് ശങ്കരിഷ്യതി സുഖത്തെ ഉണ്ടാക്കും. കാരുണ്യത്താൽ തൻ്റെ സാധുഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നാരദൻ പറയുന്നു, ഹേ പരിശുദ്ധേ, നിന്റെ ദുർബലത്വം, ജഡത്വം, വൈപരീത്യം എന്നിവയാലുള്ള ദുഃഖത്തെയെല്ലാം എൻ്റെ ജ്ഞാനത്താൽ ഞാൻ അറിയുന്നു. നീ ക്ലേശിക്കേണ്ട. സർവദുഃഖങ്ങളെയും സംഹരിക്കുന്നത് കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഹരി എന്നുള്ള പേരിനെ അർത്ഥവത്താക്കുവാൻ സർവദാ സമർത്ഥനായിരിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാൻ നിനക്ക് സൗഖ്യത്തെ ജനിപ്പിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ.